السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും ബഹുമാനമുള്ള സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മറ്റു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മെ കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള സുന്നി യുവന സംഘത്തിൻ്റെ യൂണിറ്റ് സമ്മേളനവും അതോടൊപ്പം അൽ ഹദറത്തുൽ ബദരിയ എന്ന മഹത്തായ മജ്ലിസിൻ്റെ വാർഷികവുമായാണ് നാം ഇവിടെ ചേർന്നിട്ടുള്ളത്. നാമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗമാണ്. അതിന് തടസ്സമാകാതെ ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. SYS എന്ന 3 അക്ഷരങ്ങൾ അറിയപ്പെടുന്ന മഹത്തായ സംഘടന നമുക്കെല്ലാവർക്കും അറിയാം. വലിയ മഹാന്മാരാൽ 10-60-65 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഒരു യുവജന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഒരു വളരെ അനിവാര്യമായ ഘട്ടത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആശയ ആദർശങ്ങൾ ബഹുജനങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വവുമായി ഒരു ബഹുജന സംഘടന എന്ന രീതിയിലാണ് അന്ന് തുടങ്ങിയതെങ്കിലും പ്രധാനമായും യുവാക്കൾ അണിനിരന്ന ഈ സംഘടന യുവജന സംഘം എന്ന പേരിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ നടന്നു പോന്നെങ്കിലും കേവലം യുവാക്കൾ മാത്രമായിരുന്നില്ല. പിന്നീട് കേരള മുസ്ലിം ജമാഅത്ത് പിന്നെ രൂപം കൊണ്ടപ്പോൾ യുവജന സംഘടനയായി തന്നെ SYS എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന സുന്നി യുവജന സംഘം നിലനിന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ യുവജന സംഘടനയായ SYS-ഉം വിദ്യാർത്ഥി സംഘടനയായ SSF, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിലും താഴെയുള്ള കുരുന്നുകളുടെ സംഘടനയായ SBS-ഉം നമ്മുടെ വിദ്യാർത്ഥികളെ, കുട്ടികളെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ, മുഅല്ലിമീങ്ങളുടെ സംഘടനയായ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന SMA തുടങ്ങി നമ്മുടെ സംഘടനാ കുടുംബങ്ങളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ ബഹുജന സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. എല്ലാം ലക്ഷ്യമാക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനു വേണ്ടി ഇവിടെ രൂപം കൊണ്ടുവോ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും
എല്ലാം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി പോരേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതിയാണ്. അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് ദിക്ർ എന്നതിന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ടെങ്കിലും അതേ മുഫസ്സിരീങ്ങൾ തന്നെ അപ്പറഞ്ഞതിന്റെ ഉദ്ദേശം പരിശുദ്ധ ദീൻ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ദീൻ. പരിശുദ്ധ ദീൻ എല്ലാ കാലത്തും സമ്പൂർണ്ണം തന്നെയാണ്. പക്ഷെ ഇത് ആപേക്ഷികമാണ്. ആ കാലത്തേക്ക് അല്ലെങ്കിൽ ആ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ആ അവസ്ഥയിലേക്ക്, കാലാവസ്ഥയിലേക്ക് എല്ലാം നോക്കുമ്പോൾ അത് അതത് കാലങ്ങളിൽ സമ്പൂർണമാണെങ്കിലും എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണത വരുന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയാണ്. അങ്ങനെ വരുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള ജനതക്ക് മുഴുവൻ അനുയോജ്യമായ എല്ലാ കാലത്തേക്കും പറ്റിയ വ്യവസ്ഥിതികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. അപ്പൊ എല്ലാ അർത്ഥത്തിലുള്ള സമ്പൂർണത വന്നു. അതുകൊണ്ടാണ് പുതിയ യുഗങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ഉണ്ടായി വരുന്ന ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിശുദ്ധ ഇസ്ലാം അതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അതിന്റെ പരിശുദ്ധ ഇസ്ലാമിക മാനമെന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുസാവറയിലേക്കോ ഫത്വ ബോർഡിലേക്കോ ഒക്കെ ചോദ്യങ്ങൾ വന്നാൽ ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള അതിന്റെ വ്യക്തമായ മറുപടി നാം കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ അയിമ്മത്തുകൾ, ഇമാമുകൾ ആ കാര്യങ്ങളെല്ലാം കാലയെ കൂട്ടി കണ്ടുകൊണ്ട് അത് സംബന്ധമായുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇസ്ലാം അതിനെക്കുറിച്ച് പരാമർശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ എഴുതി വച്ചിരിക്കുന്നു, ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ അത് സംബന്ധമായി പുതിയ ഗവേഷണങ്ങൾ നടത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇത് ഇസ്ലാം തെളിയിച്ചതാണ്. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നീ കക്ഷികളും അഹ്ലുസുന്നത്തി വൽ ജമാഅയും വേർതിരിഞ്ഞത്. സുന്നത്ത് ജമാഅത്ത് ഇതര കക്ഷികൾ മനസ്സിലാക്കിയത് പൂർവകാലത്തുള്ള പഴയ കാലത്തുള്ള ഇമാമുകൾ അവരവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിഷയങ്ങളെ മാത്രമേ അവർക്ക് സംവദിക്കാനും ആ വിഷയങ്ങളിൽ മാത്രം ഇടപെടാനും അവർക്ക് സാധ്യമാവുകയുള്ളൂ. പുതിയ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ സംഭവങ്ങൾ, ശാസ്ത്രം പുരോഗമിച്ച കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി ഉണ്ടായേക്കാവുന്ന, അന്ന് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, അംഗമാറ്റവും ലിംഗമാറ്റവും പ്ലാസ്റ്റിക് സർജറിയും, ലോകത്ത് പലതും അങ്ങനെ ഇന്ന് ദൈനംദിന വിഷയങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും മുസ്ലിം പണ്ഡിതന്മാർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് പുതിയ കണ്ടെത്തലുകളും പുതിയ ഗവേഷണങ്ങളും നടത്തിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കി. അങ്ങനെ പലരും കടന്നു വന്നു. അവരെല്ലാം അവരവരുടെ പരിമിതമായ ബുദ്ധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗവേഷണം നടത്തിയപ്പോൾ
അത് പടുകുഴിയിൽ ചെന്ന് വീണു എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അത് ആവശ്യമില്ല. വരാൻ പോകുന്ന കാലത്തേക്ക് ആവശ്യമായതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാരായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർ രേഖപ്പെടുത്തിയ കണ്ടെത്തൽ മാത്രമേ ഇന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ചെയ്യുന്നുള്ളൂ. സമസ്ത കേരള മുസാവയുടെ ജമീഅത്തുൽ മുസാവറയിലേക്ക് ഫത്വ ബോർഡിലേക്ക് ചോദ്യം വരുമ്പോൾ ആ ആലിമീങ്ങൾ ഇരുന്ന് ഗവേഷണം നടത്തുകയല്ല. ഈ വിഷയത്തെക്കുറിച്ച് പൂർവകാല പണ്ഡിതന്മാർ, ഇമാമുകൾ, മദ്ഹബിന്റെ ഇമാമുകളും അവരുടെ അനുയായി വൃത്തങ്ങളും എന്താണ് ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായ പരിശോധന നടത്തുകയും ആ പരിശോധനകളിൽ അതെല്ലാം ഓരോന്ന് കണ്ടെത്തുകയും അത് ചോദിച്ചു വന്നവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതി സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ പണ്ഡിത സഭ ഇവിടെ വന്നതോടെ അങ്ങനെ ഒരു രീതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ 1300 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം പുത്തനാശയങ്ങളോട് നാം വിട്ടു വരുമ്പോൾ അതിന്റെ പുറകിൽ കൂടിയ കുറച്ചൊക്കെ ആളുകൾ അവർ അതിൽ പെട്ടുപോയെങ്കിൽ തലയെടുപ്പുള്ള വലിയ ആലിമീങ്ങൾ ചേർന്നുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു മാ നഫഅനാ ബിഹി ആമീൻ അവരുടെ സമകാലികരായ പണ്ഡിതന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ, തലയെടുപ്പുള്ള ആലിമീങ്ങൾ, ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സമസ്ത കേരള ജമീഅത്തുൽ ഉലമ വരുന്നതിന് മുമ്പ് വഫാത്തായി പോയ ആളാണ്. പക്ഷേ ഈ സമസ്തയുടെ നേതാക്കളിൽ പലരുടെയും ഉസ്താദ് കൂടിയാണ്. 1919 കുഞ്ഞഹമ്മദ് ഹാജി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതേ സ്ഥാനത്ത് അവരുടെ ശേഷം 1925 സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ അഡ്ഹോക് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ശേഷം അതിന്റെ യഥാർത്ഥമായ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും അത് രജിസ്റ്റർ നടത്തുകയും അങ്ങനെ പിന്നെ അന്ന് മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആരൊക്കെയാണ് അതിനെ തലപ്പെടുത്തുന്നത്? കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രധാന ശിഷ്യനായിരുന്ന നിരവധി ആലിമീങ്ങളുടെ ഉസ്താദ് കൂടിയായ, വലിയ വലിയ തലയെടുപ്പുള്ള ആലിമീങ്ങളുടെ ഉസ്താദ് കൂടിയായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു നഫഅനാ ബിഹി ആമീൻ എന്ന പോലെ തന്നെ ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങി പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, നിരവധി ആലിമീങ്ങൾ, അവരെല്ലാമാണ് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ അന്നത്തെ മെമ്പർമാരെന്ന് പറയുമ്പോൾ സമസ്ത കേരള ജമീഅത്തുൽ ഉലമ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഘടനയല്ല. പിന്നെ അതിന്റെ സാരഥ്യം കാലങ്ങളിലായി പലരും മാറി മാറി വന്നു എങ്കിലും ഒരു പ്രധാനപ്പെട്ട സമയമായിരുന്നു അതിന്റെ തലപ്പത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്ത് താജുൽ ഉലമ ചെയ്തവர்களுം പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സ്ഥാനത്ത് സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാറുകളും അങ്ങനെ തുടങ്ങിയുള്ള വലിയ ഒരു ഉലമാക്കളുടെ ഒരു വലിയ വ്യൂഹം തന്നെ സമസ്തയിൽ വന്നു. അവരും ഇന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മളോട് കൂടെയില്ല. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദാണ് പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത്. ഒരു വർഷം കഴിഞ്ഞു, അവരും നമ്മളോട് വിട പറഞ്ഞപ്പോൾ ഇന്ന് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. താജുൽ ഉലമ പ്രസിഡന്റായ അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ ജനറൽ സെക്രട്ടറി, അതിന് പ്രത്യേക സാരഥ്യം വഹിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ അവർകളാണ്. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം തരാനുള്ള ആഫിയത്തോടുകൂടുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
ആ മഹത്തായ സംഘടനയുടെ ആശയ ആദർശങ്ങൾ എല്ലാ വിഷയത്തിലും അത് വ്യക്തമാണ്, അതിൽ സംശയിക്കാൻ വഴിയില്ല. അങ്ങനെയുള്ള ആ മഹത്തായ സംഘടനയുടെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് SYS എന്ന് പറയുന്ന സുന്നി യുവജന സംഘം. അതിന്റെ പ്രവർത്തകരാണ് പ്രധാനമായും ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ ചമ്മാട് പ്രദേശത്ത് അതിന്റെ പ്രവർത്തനം പണ്ട് മുതലേ നടന്നു വന്നതാണ്. എന്നല്ല, തിരൂരങ്ങാടി തന്നെ കേരളത്തിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ്. പലയിടത്തും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഒക്കെ സമീപകാലത്തുണ്ടായെങ്കിൽ തിരൂരങ്ങാടി മേഖല അങ്ങനെയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ തനിമയോടുകൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ നിയന്ത്രണങ്ങളും അതിന്റെ നേതൃത്വവും അംഗീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും നിലനിന്നു പോരുകയും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ മഹല്ലുകളും ആ ആദർശത്തിലും ആശയത്തിലും നിലകൊള്ളുകയും ചെയ്യുന്ന സ്ഥലമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പഴയ കാലത്ത് തന്നെ പുത്തനാശയങ്ങൾ വന്ന രാജ്യങ്ങളാണ് ഇവിടെയെങ്കിൽ അന്നു മുതൽക്ക് തന്നെ ആ പുത്തനാശയങ്ങളെ വേർതിരിച്ചറിഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ആലിമീങ്ങളും ഇവിടുത്തെ ഉമറാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന് കാരണമായി ഇന്നും ഇസ്സത്തോടെ നമ്മുടെ ഈ രാജ്യം നിലകൊള്ളുന്നു. പഴയ കാലത്തുള്ള ഉമറാക്കളും ഇന്നും ജീവിച്ചിരിപ്പുള്ള ഉമറാക്കളും അവരുടെ കൂട്ടായ്മയും ഉലമാഇനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ നടത്തി പോരുകയും ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹല്ലുകളായി ഈ രാജ്യങ്ങളൊക്കെ നിലകൊള്ളുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും സജീവമാക്കണമെന്നും വളർന്നു വരുന്ന തലമുറക്ക് ആ ആശയങ്ങളും ആദർശങ്ങളും അവരെ മനസ്സിൽ രൂഢമൂലമാക്കി ഉറപ്പിക്കണമെന്നും ഞാൻ പറയേണ്ടതില്ല. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് മനസ്സിലാക്കി പ്രവർത്തനം ഊർജിതപ്പെടുത്തുകയും എല്ലാവരും അവരവരാൽ കഴിയും വിധത്തിലുള്ള സഹകരണങ്ങൾ ഈ സംഘടനയ്ക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാം സജീവമാക്കണം. കുട്ടികളെയും അവരുടെ സംഘടനയായ SSF-ൽ കൂടെ അവർ വളർന്നു വരണം. അതിന് രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ ലൈനിലൂടെ അവരും വളർന്നു വരാൻ നാം ശ്രമിക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവർ നമ്മളോട് സംസാരിക്കും. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മഹത്തായ ജാമിയ ഹിക്മയുടെ 25ാം വാർഷികം സിൽവർ ജൂബിലി ഈ അടുത്ത 2018 ഏപ്രിൽ മാസം 20, 21, 22 തീയതികളിൽ നടക്കാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിജയിപ്പിച്ചു തരട്ടെ. അതിന്റെ മുമ്പായി നമ്മുടെ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ 40ാം വാർഷികം റൂബി ജൂബിലി, അതും സജീവമാക്കണമെന്ന് പറയേണ്ടതില്ല. അല്ലാഹു തആല അത് സജീവമാക്കും. എന്നാലും നമ്മുടെയൊക്കെ പങ്കാളിത്തം എല്ലാ നിലക്കും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ കൊളത്തൂർ ഇർഷാദിയയുടെ സമ്മേളനവും ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്നു. ഒരുപാട് സമ്മേളനങ്ങൾ നടക്കാനുണ്ട്. എല്ലാം ഭംഗിയായി നടക്കണം. അല്ലാഹു നടത്തിത്തട്ടെ എന്ന് ദുആ ചെയ്തു നിങ്ങളൊക്കെ എല്ലാ വിധത്തിലുമുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഈ അടുത്ത മാസം 17ാം തീയതി സമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നു. പ്രധാനമായും ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവറുകൾ
മുഖ്യ പ്രസംഗം നടത്താൻ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള ക്ഷീണങ്ങൾ അള്ളാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളെ കെണിവലയിൽ നിന്ന് അർഹമുർ റഹീമീനായ തമ്പുരാൻ എല്ലാവരെയും സലാമത്താക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.